നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ ഈ പ്രഗ്നൻസി റിലേറ്റഡ് കോണ്ടന്റിനെ വിമർശിച്ചുകൊണ്ടും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടും ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. ഡാനി സ്പേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവരുടെ സെക്കൻഡ് പ്രഗ്നൻസി അനൗൺസ് ചെയ്തതിന് ശേഷം മെയിനായിട്ട് അവരുടെ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് പല ആൾക്കാരും റിയാക്ഷൻ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നുണ്ട്, മോശമായിട്ട് സംസാരിക്കുന്നവരുണ്ട്, പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ഇത്തരത്തിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ എന്തിനാണ് വെറുതെ പബ്ലിക്കിന് മുമ്പിലേക്ക് വലിച്ചിഴക്കുന്നത്, ഇതൊക്കെ മാക്സിമം പേഴ്സണൽ ആയിട്ട് വെച്ചാൽ പോരെ എന്നാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് അത് അവരുടെ യൂട്യൂബ് ചാനലാണ്. അവരുടെ സ്വന്തം ചാനലിൽ ഏത് രീതിയിലുള്ള വീഡിയോസ് ഇടണ്ട എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശവും അവർക്കുണ്ട്. അവർ ഡെയിലി വ്ളോഗ്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗും ഒക്കെ തന്നെ ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതലും വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇടുന്നത്. എങ്കിൽ മാത്രമേ വ്യൂസ് കൂടത്തുള്ളൂ, അതിലൂടെ നമുക്ക് പൈസയും കിട്ടത്തുള്ളൂ. മെയിനായിട്ട് ഡെയിലി വ്ളോഗ് ചാനലൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഒത്തിരി വ്യൂസ് അത്തരം കോണ്ടന്റ് ചെയ്യുന്ന ചാനലുകൾക്ക് കിട്ടാറുമുണ്ട്. അപ്പോൾ കൂടുതലും പബ്ലിസിറ്റി ഈ പ്രഗ്നൻസി, മാരേജ് ഇത്തരം സബ്ജക്റ്റുകൾക്ക് നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി ഉണ്ട്. അത് ഇവരുടെ ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോയ്ക്ക് ശേഷമുള്ള അവരുടെ ലോങ് വീഡിയോസിൻ്റെ വ്യൂസും അതിന് തൊട്ട് മുമ്പുള്ള ലോങ് വീഡിയോസിൻ്റെ വ്യൂസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴിടുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. 1,00,000-ത്തിലപ്പുറം മറികടന്ന് പോകുന്നുണ്ട്. ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആൾക്കാർ കാണാനുണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ അവർ അത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നത്. അപ്പം അങ്ങനെ ആ ഒരു വീഡിയോസ് ചെയ്യുന്നതിൽ എനിക്ക് അവരെ വിമർശിക്കാനൊന്നും തോന്നുന്നില്ല, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവരിപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതിലെ വീഡിയോസൊക്കെ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. നല്ലത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 5-6 വയസ്സാകുമ്പോഴത്തേക്കും മതി അടുത്ത ബേബി. പക്ഷെ ഇത് ആയി പോയി. പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറയുന്നത് ഇപ്പൊ തന്നെ 28 വയസ്സായി. സ്കാൻ ചെയ്യണം, രാവിലെ വെള്ളം കുടിക്കുന്നത് ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം വരുന്നുണ്ട്. വല്ലാതെ, കാരണം അതൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ്. കൈ വെറും വയറ്റിലൊക്കെ അമ്മ പിന്നെ ഛർദിച്ച് അങ്ങോട്ട് മുമ്പിലോട്ട് ഞാൻ കൊണ്ടാക്കി. അങ്ങനെ എന്തായാലും ഛർദിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിനകത്തോട്ട് പോവാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോ അവരുടെ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ തൊട്ട് പിന്നീട് അവരുടെ ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോസിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകളാണ്. അപ്പോൾ അവരുടെ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബല്ല നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് ആ ചേച്ചി നല്ലതുപോലെ ടെൻഷൻ അടിച്ച് സ്ട്രെസ്ഡ് ആയിട്ട് കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ചേച്ചി പേടിച്ചു, കാരണം അതൊരിക്കലും എക്സ്പെക്ട് ചെയ്തൊരു പ്രഗ്നൻസി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ചേച്ചി നന്നായിട്ട് പേടിക്കുന്നുണ്ട്, സ്ട്രെസ്ഡ് ആവുന്നുണ്ട്, ടെൻഷൻ ആവുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഭർത്താവ് ഒരു നോർമലായിട്ടൊരു ലാഘവത്തിൽ ചിരിച്ചു തള്ളുന്നു, ചിരിച്ച് സമാധാനിപ്പിക്കുന്നു. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ആ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ എന്ന് പറയുന്നത്. പിന്നീടുള്ള വീഡിയോസിലെല്ലാം ഇതേ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടുള്ളൊരു വൈബാണ് ആ വീഡിയോയിൽ നിന്നൊക്കെ കിട്ടുന്നത്. അവർ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നീട് അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലെല്ലാം ഈ ഒരു വൈബാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കുറച്ച് കൺസേൺ ആയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എനിക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ടെൻസ്ഡ് ആയിട്ട് ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി തളർന്ന, വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീയെയാണ് ആ വീഡിയോയിലൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ ചേച്ചി ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്, ഫിസിക്കലി വയ്യാഴികയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഒരു ഭർത്താവ്. എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ആ ചേച്ചിക്ക് നല്ല രീതിയിലുള്ളൊരു കൗൺസിലിംഗ് ആവശ്യമാണ്, നല്ല രീതിയിലുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം മെൻ്റൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് ആ ചേച്ചി 100% ഓക്കെ ആയതിനു ശേഷം ഒരു വീഡിയോ ചെയ്യുന്നതല്ലേ നല്ലത്. കാരണം ഇപ്പം ആ ചേച്ചിക്ക് ഉള്ള ടെൻഷൻ ആയിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, അതൊക്കെ തന്നെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും, ആ ചേച്ചിയുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. പക്ഷെ ഇതൊന്നും
മൈൻഡ് ചെയ്യാതെ ഭർത്താവെന്ന് പറയുന്ന ഒരു വ്യക്തി ഇതൊക്കെ ചിരിച്ച് തള്ളി ചിരിച്ച് കളിച്ച് തമാശയായിട്ട് വലിയൊരു സംഭവമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇത് കാണുമ്പോൾ എന്ത് പോസിറ്റിവിറ്റിയാണ് കിട്ടുന്നത്, എന്ത് സന്തോഷമാണ് വ്യൂവേഴ്സിന് ഈ ഒരു വീഡിയോയിൽ നിന്നൊക്കെ കാണുന്നത്. കാണുന്ന വ്യൂവേഴ്സ് മുഴുവൻ ഈ ഒരു ചേച്ചിയാണ് കാണുന്നത്, ടെൻഷൻ അടിച്ച് കരഞ്ഞ്. ആ ചേച്ചിക്ക് നല്ല ടെൻഷനുണ്ട്, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ആ ചേച്ചിക്ക് പല കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ടെൻഷനുണ്ട്. ഹെൽത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട്, മൂത്ത കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് തോന്നുന്നു മെയിൻ ആയിട്ടുള്ള വിഷമം. കാരണം മൂത്ത കുഞ്ഞിന് 1 വയസ്സെങ്ങാണ്ടായതേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞ് ചെറിയ കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെ നോക്കും, വീട്ടുകാര്യങ്ങൾ എങ്ങനെ നോക്കും, ഹെൽത്തിൻ്റെ കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചാൽ ചേച്ചി ടെൻഷൻ ആവുന്നുണ്ട്. ഇപ്പോൾ ആ ചേച്ചിക്ക് ആവശ്യം മെൻ്റലായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് കൊടുക്കുക, ഒരു കൗൺസിലിംഗ് കൊടുക്കുക. ആ ചേച്ചി ഫുള്ളി കംപ്ലീറ്റ്ലി ഓക്കെ ആയതിനു ശേഷം പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ പോലും ആ ചേച്ചിയെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ അഫക്റ്റ് ചെയ്യും. ഇത് എന്തുകൊണ്ടാണ് ആ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കാത്തത്? ഞാനിവിടെ ആ ഹസ്ബൻഡിനെയാണ് വിമർശിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം, പക്ഷെ വീഡിയോയിൽ നിന്ന് ഈ കാണുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇമേജ് അതാണ്. ഒരു വ്യൂവർ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ വീഡിയോസൊക്കെ കണ്ട ഒരു വ്യൂവർ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ആ ചേച്ചിയുടെ മൈൻഡ് സെറ്റ് നല്ലതുപോലെ അഫക്റ്റ് ചെയ്യുന്നു. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ എന്തോ വലിയ സംഭവമാണ്, ഇതൊക്കെ ഓക്കെ അല്ലേ, നിസ്സാരമല്ലേ, ദൈവം തരുന്നതല്ലേ, ദൈവം തരുന്നത് എന്നുള്ള വാക്ക് വെച്ചിട്ട് ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പല സ്ത്രീകളുടെയും ഇമോഷണൽ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് ഓക്കെ ആയിരിക്കാം, ചിലർക്ക് ഓക്കെ അല്ലായിരിക്കാം. കാരണം ആ സമയത്തുള്ള ഹോർമോൺ ഡിഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ കുറച്ചും കൂടി ടെൻഷനാവും. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ആ ചേച്ചിക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഹോർമോണൽ വേരിയേഷൻ ഒക്കെ കൊണ്ട് കുറച്ചും കൂടി ആ ചേച്ചി സ്ട്രെസ്ഡ് ആവത്തേ ഉള്ളൂ. അത് ആ ചേച്ചിയെയും വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെയും ഇപ്പോൾ ഉള്ള ആ കുഞ്ഞിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും. ഇതൊക്കെ മൈൻഡിൽ വെച്ച് എല്ലാം ഓക്കെ ആയതിനു ശേഷം പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുക. ഈ കരയുന്ന തമ്മിലൊക്കെ വെച്ചിട്ട് ഫുള്ളി നെഗറ്റീവായിട്ടുള്ള വൈബാണ് തരുന്നത്. പക്ഷെ നെഗറ്റീവായിട്ടുള്ള വൈബ് തരുന്നതിനേക്കാളും കൂടുതൽ ആ ചേച്ചിയെക്കുറിച്ച് ഓർത്തുള്ള കൺസേൺ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കരയുന്ന രീതിയിലുള്ള തമ്മിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ആ വീഡിയോയിലേക്ക് കാണും, അതെടുത്ത് നോക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ വെക്കുന്നത്. പക്ഷേ വയ്യാതിരിക്കുന്ന ഒരു വ്യക്തി ഛർദ്ദിക്കുന്നതും കരയുന്നതും, എപ്പോഴും ആ ചേച്ചി കരയുവാണ്, എപ്പോഴും ആ ചേച്ചിക്ക് ടെൻഷനാണ്. ആ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോയ്ക്ക് ശേഷം ആ ചേച്ചി നല്ലതുപോലെ ഒരു ചിരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ മാനസിക നില ആദ്യം ശരിയാക്കിയിട്ട് വേണ്ടേ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട്. വ്യൂസിന് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ടും ആവശ്യമില്ലാതെ ഒരു വ്യക്തിയെ സ്ട്രെസ്സിലാക്കാതെ ഇരിക്കുക, ടെൻഷനാക്കാതെ ഇരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ.